കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ ഉജ്ജ്വല താരമായിരുന്ന രശ്മി പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ടിട്ട് BJP ചേർന്നതുപോലെ ഇതാ പറവൂർ, അതായത് VD സതീശൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവിടെ AICC അംഗമായിരുന്ന വത്സല പ്രസന്നകുമാർ ഇപ്പോഴിതാ BJP മാരാർജി ഭവനിൽ ചെന്ന് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം ഏറ്റുവാങ്ങിയിരിക്കുക. എങ്ങോട്ടാണ് ഈ കോൺഗ്രസിൻ്റെ പോക്ക്? കോൺഗ്രസിൻ്റെ പോക്കിനെ കുറിച്ചൊന്നും പറയണ്ട, കാരണം കോൺഗ്രസിലെ നേതാക്കൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു ധാരണയില്ല. ഇന്ന് രാവിലെ നമ്മൾ ചാനലിൽ കാണുന്ന ആദ്യത്തെ വാർത്ത എന്താ, രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി നേരെ ബിഷപ്പ് ഹൗസിലേക്ക് എത്തുന്നു, എന്നിട്ട് ബിഷപ്പുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. നമ്മൾ വിചാരിക്കും രഹസ്യമാണെന്ന്, അല്ല, എല്ലാ ചാനലുകളുടെയും മൈക്കൊണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചറിയിച്ചു. അത് കഴിയുമ്പോൾ പോയി NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ കാണുന്നു, NSSൻ്റെ സെക്രട്ടറിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ കാണുന്ന VD സതീശൻ രോഷാകുലനായിട്ട് കേരള സ്റ്റോറി എതിർത്ത് പറയുന്നു. അപ്പോൾ കേരള സ്റ്റോറി എതിർത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിച്ചിട്ട് VD സതീശൻ ഒരു വശത്തൂടെ ഒരു നീക്കം നടത്തുന്നു. ഇപ്പുറത്ത് സഭാ നേതാക്കളെ, സാമുദായിക നേതാക്കളെ കണ്ടുകൊണ്ട് രമേശ് ചെന്നിത്തല അടുത്ത നീക്കം നടത്തുന്നു. അവിടെ നിന്നേച്ച് കേന്ദ്രത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി അല്ലെ AICC എല്ലാം തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ മുകളിലിരിക്കുന്നു. സത്യത്തിൽ ആരാണ് ഇത്തവണ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത്? യാതൊരു ധാരണയുമില്ല. VD സതീശൻ വളരെ ആവേശത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഇത്തവണ ഭരണം UDF കിട്ടുമെന്നും മുഖ്യമന്ത്രി ആകാൻ സർവ്വതാ യോഗ്യൻ ഞാനാണെന്നും സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് സ്വന്തം ഈ നിയോജക മണ്ഡലത്തിലെ, അതായത് സ്വന്തം ഏരിയയിൽ ഉൾപ്പെടുന്ന മുൻ പറവൂരിലെ അവിടുത്തെ ഈ നഗരസഭയുടെ ചെയർപേഴ്സണുമായിട്ടുള്ള വത്സല പ്രസന്നകുമാർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് മാത്രമല്ല BJPയിൽ അംഗത്വമെടുക്കുന്നു. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ നിൽക്കേണ്ട ഉന്നതയായ ഒരു കോൺഗ്രസ് പ്രവർത്തക അല്ലെ കോൺഗ്രസ് നേതാവ് രാജിവെച്ച് BJPയിലേക്ക് പോകുന്നു. എന്ത് നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്? മുസ്ലിം ലീഗ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിനാണ്. അതായത് ഭരണം കിട്ടിയില്ല, തെരഞ്ഞെടുപ്പ് നടന്നില്ല, അതിനു മുമ്പ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം. എന്തിന്? ഒരു 7-8 മന്ത്രിമാർ മതിയെന്ന് പറയുന്നു. പണ്ട് 5 മന്ത്രി ആയപ്പോൾ ഉണ്ടായ കലാപം ഇവിടെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ UDF പോലും കൈവെള്ളയിലിട്ട് എന്തും ചെയ്യിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറി. അങ്ങനെയുള്ളിടത്ത് കോൺഗ്രസിന് എന്ത് നിലനിൽപ്പാ? അപ്പോഴാണ് ഇവിടെ ആളുകൾ പലരും BJPയിലേക്ക്, ഇപ്പോൾ ഈ പറയുന്ന കൊട്ടാരക്കരയിൽ നിന്ന് രശ്മി വരുന്നു, ഇവിടെ നിന്ന് ഈ വത്സല പ്രസന്നകുമാർ വരുന്നു. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും BJPയിലേക്ക് ആളുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് ഇനി കേരളത്തിൽ ഒരു സ്ഥാനമില്ല. UDF ഒരിക്കൽ കൂടി കേരളത്തിൽ ഭരിക്കാൻ കഴിയുന്നില്ല. പിണറായി വിജയൻ അനുകൂലമായിട്ട് സർവേകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് കോൺഗ്രസിൽ നിലനിൽപ്പില്ല. എങ്ങാനും കോൺഗ്രസിന് ഇല്ലാതെ വന്നാൽ സംഭവിക്കുന്നത് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകും. അത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടതാ. അതിൻ്റെ പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതെ അതെ, വിസ്മയം പലതും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. വിസ്മയം ഇപ്പൊ നമ്മൾ കണ്ട വിസ്മയം എന്ന് പറഞ്ഞാൽ CPM അടിച്ച് നമ്മൾ പറയത്തില്ല, പുറംകാലം കൊണ്ട് അടിച്ച് വെളിയിൽ കളയുന്ന മാലിന്യം പറക്കിക്കൊണ്ട് പോകുന്ന വിസ്മയവും വേറെ വിസ്മയം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പറക്കുന്നത്. ഇപ്പം ഞാൻ ഐഷാപോറ്റിയെ കുറ്റം പറയുന്നില്ല, ഐഷാപോറ്റിക്ക് ഇനി എത്ര കാലം എന്നുള്ള രീതി അതുപോലെ പ്രായമായിപ്പോയി. അവർക്ക് പകരം യൂത്ത് വിങ് കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലിനെ വിറപ്പിച്ച രശ്മി അപ്പുറത്തോട്ട് പോയിരുന്നു. മനസ്സിലായോ? BJP അവരെ എടുത്തോണ്ട് പോയേക്കുവാ. ഏതായാലും BJPയും 2ാം സ്ഥാനത്തിന് വേണ്ടി അവിടെ എങ്ങനെ വന്നാലും കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കേണ്ടി വരും. അവിടെ ബാലഗോപാൽ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം. പക്ഷെ 2ാം സ്ഥാനത്തിന് വേണ്ടി ഇതുവരെ അവിടെ 20,000 വോട്ട് മാത്രം പിടിച്ചിരുന്ന BJPയും കോൺഗ്രസുമായിട്ട് മത്സരിക്കേണ്ടി. അതാണ് അവിടുത്തെ അവസ്ഥ. അതായത് ഇയാളെ വിസ്മയമായി പറഞ്ഞത്. ഇനി അടുത്ത വിസ്മയം എന്ന് പറഞ്ഞാൽ AICC മെമ്പറും മുൻ അവിടുത്തെ ചെയർപേഴ്സണുമായിട്ടുള്ള പറവൂർ എന്നാണ് വിസ്മയം സംഭവിച്ചിരിക്കുന്നത്. അവർ പോയി. ഇതേപോലെ ജാഥയായിട്ട് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, പ്രശാന്തേ, 1-2 ജില്ല, പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ തിരുവനന്തപുരം, കൊല്ലം ജില്ല ഉള്ളിടത്തുനിന്ന് നിങ്ങൾ നോക്കിക്കോ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോൾ വിചാരിക്കാത്ത 100 കണക്കിന് ആൾക്കാർ കോൺഗ്രസ് വിടും. ഏത് പാർട്ടിയിലും കോൺഗ്രസ് വിടും, അതേ അവസ്ഥയിലേക്ക് പോകും. അതായത് ഈ വലിയ പാടുമൊന്നുമില്ല. എൻ്റെ ഇതനുസരിച്ച് ഈ പിണറായി വിജയൻ തന്നെ 3ാമത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇപ്പം ഇയാൾ യാതയും കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ നമുക്കറിയാമല്ല, ഈ കോൺഗ്രസിനകത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം തീരുമാനിക്കുന്നത് സമുദായ നേതാക്കന്മാരാണ്. അപ്പം കാര്യങ്ങൾ താക്കോലെടുത്ത് നേരത്തെ കൈ കൊടുത്ത ആളുടെ പോയി താക്കോലിന്റെ കാര്യം പറഞ്ഞിട്ടിരിക്കുക രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനം നിരഞ്ജുരാഷൻ എന്ന കറുത്ത നായരായിരുന്നു. അപ്പൊ വെളുത്ത നായർ കൊടുക്കുന്നു മേടിച്ചു കൊടുത്തേക്ക് അറിയാമല്ലോ. അപ്പൊ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി അവിടെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പോയിട്ട് ഈ ബിഷപ്പിനെ കാണുമല്ലോ, ബിഷപ്പിനെ കണ്ടു. ഇനിയിപ്പം ഈ
പുള്ളി അടുത്തതിന് ശേഷം സമസ്തയെ കാണും, ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അയാൾ അപ്പോഴത്തേനും ജമാഅത്ത് ഇസ്ലാമി സിന്ദാബാദ്, ജമാഅത്ത് ഇസ്ലാമി സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഇയാൾ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേന് ഏതാണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാവും. ഏതായാലും പറവൂർന്ന് തന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പറവൂർന്ന് തന്നെ ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങളുടെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. മറ്റേ ഒരാൾ ചട്ടി നക്കി ഇറച്ചിക്കറിയൊക്കെ നക്കി ഓരോ വീടുകളിലും കയറി എങ്ങനെ ഉണ്ടമ്മച്ചി മീൻകറി, ഇതുപോലൊരു മീൻകറി, ഇതുപോലൊരു മീൻകറി ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇനി ഇത് ഉണ്ടാക്കണം, ഇനിയും കഴിക്കാൻ വരാം. എന്താ ഇതൊക്കെ എത്രയോ കാലഘട്ടപ്പെട്ട ഗോഷ്ഠികളാണ്, മനസ്സിലാവുന്നില്ലേ? ബേബി അവിടെ കണ്ട് കയറി പാത്രം കഴിയെന്ന് പറഞ്ഞത് എന്തോ ഒരു വേണമായിരുന്നു, മനസ്സിലായില്ലേ? ഇവിടെ ചുരുക്കം പറയാൻ വടക്കം പറവൂരിന്റെ ഒരു അഭിമാനം എന്ന് പറയുന്ന വി ഡി സതീശന് സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആ സ്ഥലത്തെ ചെയർപേഴ്സൺ, നഗരസഭ ചെയർപേഴ്സണായ ഒരാൾ BJP-യിലേക്ക് പോകുന്നതിനെ തടയാൻ കഴിയും. അവള് വേറെ കാര്യമുണ്ട്. ഇയാള് വലിയ ന്യായം പറയുന്നൊരു ഞാൻ ഇവിടെ അവിടുത്തെ BJP-ക്ക് ഒരു പഞ്ചായത്തുണ്ട്, പുള്ളിയുടെ സ്വന്തം പഞ്ചായത്ത് BJP-യാണ്. BJP എന്താ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോവാന്ന് വ്യക്തമാണ്. തന്നെയാണ് ഈ പറവൂരിലെ എല്ലാം ഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ നേടിയ ഒരാളല്ലേ ഈ വത്സല പ്രസന്നകുമാർ, അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ട് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടുത്തെ ജനപിന്തുണ അയാൾക്ക് നഷ്ടപ്പെട്ടു. ഈ വാസ്തവത്തിൽ ഇത് തന്നെ ആയിരുന്നില്ലേ വെള്ളാപ്പള്ളിയും ചൂമരെന്നായിരുന്നു തമ്മിൽ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. വി ഡി സതീശനെ അവിടെ പൊട്ടിക്കണം, അവരുടെ ലക്ഷ്യമായിട്ട് സാധ്യതമായി വരികയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാലും അതുപോലെ രമേശ് ചെന്നിത്തല അതുപോലെ വി ഡി സതീശൻ തമ്മിൽ ഇനിയിപ്പോൾ അടികൂടാൻ പോവാ, അസംബ്ലി അടികൂടാൻ പോവാ. അതുകൂടാതെ ഇപ്പം സ്ഥാനങ്ങൾ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ സ്ഥാനമോഹികളെല്ലാം കൂടെ അടികൂടാൻ പോവുക. ഈ ഘട്ടങ്ങളെല്ലാം കടന്നു വരുമ്പോഴത്തേക്ക് മണ്ണും ചാരി എന്ന പിണറായി വിജയൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ കസേരയിൽ കയറിയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ചുരുക്കം പറഞ്ഞാൽ BJP ഇപ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയെന്ന് അവർക്ക് പരസ്യമായി സമ്മതിക്കേണ്ടി വരും അല്ലെ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കണ്ടപ്പോൾ വി ഡി സതീശ് സത്യത്തിൽ ഹാലിളകി. ഇനി ഞങ്ങൾക്കാണ് ഭരണം, ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ പറഞ്ഞില്ലേ വി ഡി സതീശൻ യഥാർത്ഥത്തിൽ മനസ്സിൽ പറഞ്ഞതാ ഈ വിജയം പരിശോധിക്കും. ഈ വിജയം പരിശോധിക്കുന്നത് സാധാരണ പരാജയം, വിജയം പരിശോധിക്കണം. ഇവിടെ ഈ പറയുന്ന BJP-ക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള വലിയ പിന്തുണ കിട്ടുന്നു, അവരുടെ ഒരു ഭരണത്തിന്റെ നൈപുണ്യം അനുസരിച്ച് വലിയ വെല്ലുവിളിയൊക്കെ ഉണ്ടാകുന്നതായിരുന്നു. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ജനങ്ങൾ ഈ പറയുന്ന ഇടതു ഭരണത്തിൽ കുറച്ച് മരമടുത്തു. ആ മടുത്ത സാഹചര്യത്തിൽ എപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം മോഹൻലാലിനെ കൊണ്ട് ഇപ്പൊ മാറ്റിയെടുത്ത്. അതാണ് തന്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഇത്രയൊക്കെ തന്ത്രങ്ങൾ ഇറക്കിയിട്ടും CPM-ഓ BJP ഒരു തന്ത്രം ഇറക്കിയിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ CPM ഇറക്കി തുടങ്ങി. ഇപ്പൊ വയനാട്ടില് ആ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ മോഹൻലാലിനെ ഇറക്കിയ ഒരു പദ്ധതി വരുമ്പോൾ തുടങ്ങിയല്ലോ എന്ന് പറയും. ഇനി മോഹൻലാൽ അല്ല ഇത് കണ്ടോ വികസനം എന്നൊക്കെ പറയുന്നു. കാരണം ഈ മോഹൻലാലിനെ ഉപയോഗിച്ച് പണ്ട് ഉമ്മൻചാണ്ടി ഇതുപോലെ തന്ത്രങ്ങൾ ചെയ്താണ്. എന്തുകൊണ്ടാണ് മോഹൻലാലിനെ സമീപിക്കുന്നത്? അപ്പൊ ഇപ്പോഴും മലയാള സിനിമയിൽ ജനപ്രീതിയുള്ള നടൻ എന്നുള്ള ഇമേജ് മോഹൻലാലിനാണ്. മോഹൻലാൽ വന്ന് ഇന്ന് കഴിഞ്ഞാൽ ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ വി ഡി സതീശൻ ഇനി വീട്ടിലെ TV തല്ലിപ്പൊട്ടിക്കത്തില്ലയോ? മോഹൻലാലിന്റെ സിനിമ വരുന്നത് മോഹൻലാൽ സിനിമ അല്ല വല്ലാതെ കഴിച്ചിട്ട് ഉപ്പാനും മരിച്ചിട്ട് ഇറങ്ങാൻ നമ്മള് പഴഞ്ചൊല്ല് പറയുമല്ലോ. അതുകൊണ്ട് മോഹൻലാലിനെ തള്ളി പറഞ്ഞാൽ അവളെ വോട്ട് ചെയ്യായിരിക്കും. വയ്യാതായി, സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു. അതെ, കാരണം സംഭവം